ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നോമിനേഷൻ ടു രാജ്യസഭ, പ്രൊജക്റ്റ് സീബേർഡ്, RODTEP സ്കീം, ആന്ത്രോപോസിൻ, ബ്ലൂ ലീഡേഴ്സ് ഹൈ ലെവൽ ഇവൻ്റ് ഓൺ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ, AI മിഷൻ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാജ്യസഭയിലേക്കുള്ള നോമിനേഷനെ കുറിച്ചാണ്. സോ രാജ്യസഭയിലേക്കുള്ള നോമിനേഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, സുധാ മൂർത്തിയെ രാജ്യസഭയിലേക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യൻ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 5 അവരതിനെക്കുറിച്ചൊരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സുധാ മൂർത്തി എന്ന് പറയുന്നത് ബേസിക്കലി ഇൻഫോസിസിൻ്റെ കോ-ഫൗണ്ടറും അതുപോലെ തന്നെ തലവനൊക്കെ ആയിരുന്ന നാരായൺ മൂർത്തിയുടെ ഭാര്യയാണ്. അതുകൂടാതെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഫിലാന്ത്രോപ്പിസ്റ്റും അതുപോലെ തന്നെ ഒരു ഓതറുമാണ്. എസ്പെഷ്യലി കന്നഡ, ഇംഗ്ലീഷ് ലാംഗ്വേജസിലൊക്കെ ഉള്ള ഒരു ഓതറുമാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പുള്ളിക്കാരനെ ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാജ്യസഭയുടെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. കാരണം നിങ്ങളത് ഓൾറെഡി പൊളിറ്റിക്കകത്ത് പഠിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് രാജ്യസഭയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 250 അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നത് 250-ൽ 238 സീറ്റുകൾ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെയും അതുപോലെ യൂണിയൻ ടെറിട്ടറീസിനെയും റെപ്രസെൻ്റ് ചെയ്ത് വരുന്നതും ബാക്കിയുള്ള 12 സീറ്റുകൾ ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ് എന്നീ 4 ഫീൽഡുകളിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസോ സ്പെഷ്യൽ നോളജോ ഉള്ളവരായിട്ടുള്ള ആൾക്കാരെ 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി, നേരത്തെ സച്ചിൻ ടെണ്ടുൽക്കർ, അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കേരളത്തിൽ തന്നെയുള്ള നമ്മുടെ PT ഉഷ, ഇവരൊക്കെ രാജ്യസഭയിലേക്ക് എത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള നോമിനേഷനിലൂടെയാണ്. ഓക്കെ, രാജ്യസഭയുടെ ഇപ്പോഴത്തെ ടോട്ടൽ മെമ്പർഷിപ്പ്, ഇത് മാക്സിമം മെമ്പർഷിപ്പാണ്. ഇതിനകത്ത് 5 സീറ്റുകൾ പെർമനൻ്റ്ലി അൺഅലോക്കേറ്റഡ് ആണ്. അപ്പോൾ പ്രസൻ്റ്ലി ഉള്ള രാജ്യസഭയുടെ ടോട്ടൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 245 അതിനകത്ത് 233 പേര് ഇലക്റ്റഡും, അതായത് സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിനെയും റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്ത് വരുന്ന ആൾക്കാരും 12 പേര് നോമിനേറ്റഡുമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്രൊജക്റ്റ് സീബേർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് സീബേർഡിനെ കുറിച്ച്, ആക്ച്വലി പ്രൊജക്റ്റ് സീബേർഡിനെ കുറിച്ചല്ല, നമ്മുടെ ലക്ഷദ്വീപിൽ ഇപ്പോൾ മിനിക്കോയ് ഐലൻഡിൽ ഇന്ത്യ പുതിയൊരു നേവൽ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം 2 ദിവസം മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നേവൽ ബേസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച്, അവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന ആർമമെൻറ്റ്സിനെ കുറിച്ചൊക്കെയുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ത്യയുടെ കാർവാറിലുള്ള, അതായത് കർണാടകയിലെ കാർവാറിലുള്ള ഒരു നേവൽ ബേസ് ഉണ്ട്. അതിനെയാണ് പ്രൊജക്റ്റ് സീബേർഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് സീബേർഡിൻ്റെ അണ്ടറിലാണ് ആ ഒരു നേവൽ ബേസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും ഒരു പരാമർശമുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർവാറിലുള്ള ഈ ഒരു നേവൽ ബേസിൻ്റെ ശരിക്കുള്ള പേര് INS കദംബ എന്നാണ്. ഓക്കെ, അതല്ലെങ്കിൽ നേവൽ ബേസ് കാർവാർ എന്ന് പറയും. അപ്പോൾ ഈ നേവൽ ബേസ് കാർവാർ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്രൊജക്റ്റ് സീബേർഡ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് സീബേർഡ് എന്നറിയപ്പെടുന്നതും ഇതേ ബേസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. സോ അപ്പോൾ ഈ ബേസിൻ്റെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോസസ്സായിരുന്നു പ്രൊജക്റ്റ് സീബേർഡ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2005 പിന്നീട് 2005 മെയ് 31 അത് കമ്മീഷൻ ചെയ്യുന്നത്. മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് അത് കമ്മീഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ ഡെവലപ്മെൻറ്റ് മൻമോഹൻ സിംഗിൻ്റെ സെക്കൻഡ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ 2011 ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യയിൽ പ്രസൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ 3rd ലാർജസ്റ്റ് നേവൽ ബേസ് ആണ് ഈ കാർവാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഫേസ് ആയിട്ടുള്ള phase 2Bയുടെ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള എക്സ്പാൻഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലിയ നേവൽ ബേസ് ആയിട്ട് ഇത് മാറുമെന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയറുകളിൽ ഒന്നായിട്ടുള്ള INS വിക്രമാദിത്യയുടെ ഹോം പോർട്ടും അല്ലെങ്കിൽ ബേസും ഈ പറയുന്ന INS കദംബ അല്ലെങ്കിൽ നേവൽ ബേസ് കാർവാർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് RODTEP സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ RODT സ്കീം നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോണിനും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റുകൾക്കും കൂടി അപ്ലിക്കബിൾ ആക്കുന്ന രീതിയിൽ ഉള്ളൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്കീമെന്ന് നോക്കുക. ഈ സ്കീം 2021 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2021 ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു MEIS എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് സ്കീമിനെ റീപ്ലേസ് ചെയ്തിട്ടാണ്
ഈ ഒരു സ്കീം വരുന്നത്. അപ്പോൾ ഈ സ്കീമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് പ്രൊഡക്ട്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഔട്ട് ബൗണ്ട് ഷിപ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ എക്സ്പോർട്ടിന് ഒരു ടാക്സ് റെമിഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ടാക്സ് റീഫണ്ട് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഈ ഒരു RODTEP സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ SEZസിനും അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കോണോമിക് സോൺസിനും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റുകളിൽ നിന്നൊക്കെയുള്ള ഔട്ട് ബൗണ്ട് ഷിപ്മെൻറ്റുകൾക്കും കൂടി ഇത് അപ്ലിക്കബിൾ ആക്കും, അല്ലെങ്കിൽ അവർക്കും കൂടി ഇത് ഈ സ്കീമിൻ്റെ കീഴിലുള്ള ടാക്സ് റീഫണ്ടിന് അവരും കൂടി എലിജിബിൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഡിസിഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്കീം പ്രവർത്തനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുന്നത് 2021 ജനുവരി 1 അത് നേരത്തെ ഉണ്ടായിരുന്ന MEIS എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് സ്കീമിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സ്കീം കൊണ്ടുവരാനുള്ള കാരണം ഈ MEIS എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് സ്കീം WTOയുടെ ചില റൂൾസിൻ്റെ വയലേഷനാണ് എന്ന് കണ്ടതുകൊണ്ടാണ് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പുതിയൊരു കാര്യം കൊണ്ടുവരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഈ RODTEP സ്കീമിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എക്സ്പോർട്ടേഴ്സിന് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആ സപ്പോർട്ട് കൊടുക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, അതായത് അവരുടെ പ്രൊഡക്ഷന് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് കളക്ട് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് റീഫണ്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന എക്സ്പോർട്ടിനെ ഈ സ്കീമിലൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഒരു RODTEP കമ്മിറ്റി ഉണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ കീഴിലാണ്. അവരാണ് ഈ പറയുന്ന ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് എക്സ്പോർട്ട് സെക്ടേഴ്സിന് ഈ സ്കീമിൻ്റെ കീഴിൽ ഡിഫറെൻറ്റ് എക്സ്പോർട്ട് സെക്ടേഴ്സിന് എത്രത്തോളം ഈ പറയുന്ന ടാക്സ് റെമിഷൻ കൊടുക്കണം, അതിൻ്റെ സീലിംഗ് എത്രയാണ്, ഈ വക കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RODTEP കമ്മിറ്റി ഉള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് ആന്ത്രോപോസീനാണ്. സോ ഈ ആന്ത്രോപോസീൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഈ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ ഒരുപാട് എപ്പോക്കുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ചില സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു എപ്പോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആന്ത്രോപോസീൻ എന്ന് പറയുന്ന പുതിയൊരു എപ്പോക്ക് സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഡിക്ലെയർ ചെയ്യണം എന്ന് ചില സയൻറ്റിസ്റ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എർത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഡോമിനേറ്റ് ചെയ്യുന്നത് മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആന്ത്രോപോജനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ പുതിയൊരു എപ്പോക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ട സമയമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 17 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ആന്ത്രോപോസീൻ എന്ന് മനസ്സിലാക്കി, ഇതൊരു ഹ്യൂമൻ ഡ്രിവൺ ചേഞ്ച് ടു ദി പ്ലാനറ്റ് എർത്താണ്. അപ്പോൾ ഇത് ബേസിക്കലി നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നോംസ് അനുസരിച്ച് ഒരു ഹോളോസീൻ എന്ന് പറയുന്ന എപ്പോക്കിലൂടെയാണ്. അത് ഏകദേശം 12,000 വർഷം മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഐസ് ഏജ് അവസാനിച്ചതിന് ശേഷം. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ അഗ്രികൾച്ചറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ്, ഹ്യൂമൻസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് വരുന്നത്. അതോട് കൂടിയിട്ടാണ് ഹ്യൂമൻ പോപ്പുലേഷൻ ട്രമൻഡസ് ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നത്. സെറ്റിൽഡ് അഗ്രികൾച്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് സൊസൈറ്റീസിൻ്റെ ഫോർമേഷനും നമ്മൾ കാണുന്ന പിന്നീട് വന്നിട്ടുള്ള സിവിലൈസേഷൻസിൻ്റെ ഫോർമേഷൻസിനും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബിഹേവിയറും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഇതിന് ശേഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ World War II ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മുടെ എർത്തിൻ്റെ ജിയോളജി, ഓഷൻസ്, എക്കോസിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വലിയ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും ഇപ്പോൾ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഹ്യൂമൻസ് ഇത്തരത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പുതിയ എപ്പോക്ക് സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നാണ് ചില സയൻറ്റിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇതിന് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കകത്ത് ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു യുനാനിമിറ്റി നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുകൂടി മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബ്ലൂ ലീഡേഴ്സ് ഹൈ ലെവൽ ഇവൻ്റ് ഓൺ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ആണ്. സോ ഈ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഏരിയാസ് ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ട്രീറ്റിയാണ്. അതായത് ട്രീറ്റിയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ബയോഡൈവേഴ്സിറ്റി ഓഫ് ഏരിയാസ് ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ട്രീറ്റിനെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈ സീസ് ട്രീറ്റി എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ചുരുക്കിയിട്ട് BBNJ എന്ന് പറയും. ബിയോണ്ട് ബയോഡൈവേഴ്സിറ്റി ഓഫ് ഏരിയ ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ട്രീറ്റി എന്ന് പറയും. ഇത് ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റിയാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്
നമ്മുടെ നാഷണൽ ജൂറിസ്ഡിക്ഷൻ്റെ പുറത്തുള്ള നമ്മൾ ഹൈ സീസ് എന്ന് വിളിക്കുന്ന ഏരിയാസ് ഉണ്ട്. സോ ആ ഹൈ സീസിൻ്റെ കൺസർവേഷനും സസ്റ്റൈനബിൾ യൂസിനും വേണ്ടിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റിയാണിതെന്ന് മനസ്സിലാക്കുക. ഇത് UN ക്ലോസിൻ്റെ കീഴിൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് എന്ന് പറയുന്ന, നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ സീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഓഷ്യാനിക് ഏരിയാസ് വാട്ടറുമായിട്ട് അല്ലെങ്കിൽ മാരിടൈം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള അന്താരാഷ്ട്ര നിയമമായിട്ട് കണക്കാക്കുന്ന UN ക്ലോസിൻ്റെ കീഴിൽ വന്നിട്ടുള്ള 3 ട്രീറ്റികളിലൊന്നാണ് ഈ പറയുന്ന BBNJ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് 1994-ലും 95-ലും UN ക്ലോസിൻ്റെ കീഴിൽ മറ്റ് 2 ട്രീറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുടെയൊക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് കാരണമാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഫിഷ് സ്റ്റോക്ക് എഗ്രിമെൻറ്റിനൊക്കെ കാരണമാവുന്നത്. അപ്പോൾ അതിനകത്തുള്ള 3ാമത്തെ ട്രീറ്റിയാണ് ഈ BBNJ എന്ന് പറയുന്നത്. പക്ഷേ ഈ BBNJയുടെ കേസിൽ മനസ്സിലാക്കുക, ഇത് നിലവിൽ 88 രാജ്യങ്ങൾ മാത്രമേ ഈ BBNJ സൈൻ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് വെറും 2 രാജ്യങ്ങൾ മാത്രമേ, അതായത് ചിലിയും പലാവും മാത്രമേ ഇത് റാറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രീറ്റ് നിലവിൽ വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 60 രാജ്യങ്ങളെങ്കിലും ഇത് റാറ്റിഫൈ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും ഇത് സൈൻ ചെയ്തിട്ട് പോലും ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യ ഒന്നും ഇതിനകത്ത് സൈൻ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ ഈ ഒരു സമ്മിറ്റിനകത്ത്, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സമ്മിറ്റിനകത്ത് ഇത് രാജ്യങ്ങൾ സൈൻ ചെയ്യാനും അല്ലെങ്കിൽ രാജ്യങ്ങൾ ഇത് റാറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് രാജ്യങ്ങൾ ശ്രമിക്കണം, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 2022 നടന്നിട്ടുണ്ടായിരുന്ന വൺ ഓഷൻ സമ്മിറ്റിൻ്റെ സമയത്താണ്. ഓക്കെ, ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷനെ കുറിച്ച് ഏകദേശം ഒരു 10,000 കോടി രൂപ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഏൺമാർക്ക് ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷനെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 17-നകത്ത് അവരൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യാസ് RS 10,000 crore AI മിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ AI കേപ്പബിലിറ്റീസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിലുള്ള ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയധികം പണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് കമ്പനീസൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ ടെക്നോളജിയാണ്. അപ്പോൾ അതിനകത്ത് വലിയ ഇതിൽ ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് R&D സെക്ടറിനകത്ത് വേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടർ ഇതിനകത്ത് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സബ്സിഡീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതിലൂടെ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സീഡ് ഫണ്ടിങ്, അതായത് AI സ്റ്റാർട്ടപ്പുകൾക്ക് സീഡ് ഫണ്ടിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കീ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു AI കമ്പ്യൂട്ട് കപ്പാസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ AI കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10,000 ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഫൗണ്ടേഷണൽ മോഡൽസ്, ഓക്കെ, ഈ AI-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫൗണ്ടേഷണൽ മോഡൽസ്, അതായത് ഒരു 100 ബില്യൺ പാരാമീറ്റേഴ്സിൻ്റെ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റുകൾ, മേജർ ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള ഡാറ്റാ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫൗണ്ടേഷണൽ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ ക്രിയേഷൻ ഓഫ് AI ക്യൂറേഷൻ യൂണിറ്റ്സ്, ഓക്കെ, അത് ഏകദേശം 50ഓളം ലൈൻ മിനിസ്ട്രീസിലായിട്ട് ക്യൂറേഷൻ ഡിപ്ലോയ്മെൻറ്റുകൾ AI സൊല്യൂഷൻസൊക്കെ ആയിട്ട് ഡിപ്ലോയ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്യൂറേഷൻ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് AI മാർക്കറ്റ് പ്ലേസ്, സപ്പോർട്ട് ഫോർ ഡീപ്പ് ടെക് സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ സെറ്റിംഗ് അപ്പ് ഓഫ് ഇന്ത്യ AI ഇന്നവേഷൻ റിസർച്ച് സെൻറ്റർ, ഓക്കെ, അതായത് AI സെക്ടറിലുള്ള ഡെവലപ്മെൻറ്റുകൾ അല്ലെങ്കിൽ അതിനുള്ള ഡിപ്ലോയ്മെൻറ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു AI ഇന്നവേഷൻ റിസർച്ച് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേഷൻ ഓഫ് ഇന്ത്യ AI ഡാറ്റ സെറ്റ് പ്ലാറ്റ്ഫോം, ഇതൊക്കെയാണ് ഇതിൻ്റെ കീ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഈ പറയുന്ന പദ്ധതിയുടെ ഫണ്ടിങ്ങും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിലൂടെ ആയിരിക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഫണ്ട് ചെയ്യുകയും ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 50% വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഏകദേശം ഒരു 4,564 കോടി രൂപ
കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും 2,000 കോടി രൂപ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾക്കുള്ള സീഡ് ഫണ്ടിങ് ആയിട്ടും അല്ലെങ്കിൽ അവരെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് മാറ്റിവെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 2,000 കോടി രൂപയോളം ഇന്ത്യ AI ഇന്നൊവേഷൻ സെൻറ്ററിന് വേണ്ടിയിട്ട് മാറ്റിവെക്കും എന്ന് പറയുന്നുണ്ട്. സോ ഇപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഫണ്ടിങ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ AI സെക്ടറിനകത്ത് ഇന്ത്യയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നിലവിൽ വളരെ പുറകിലാണ്. അപ്പോൾ നമ്മളിതിന് ക്യാച്ചപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ 10,000 crore ഫണ്ടിങ് എന്ന് പറയുന്നത് ഈ AI സെക്ടറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ മീഗർ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണെന്നും കൂടി മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.